എന്നത് വേൾഡിലെ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച 18 പേരുടെ ലിസ്റ്റാണ്. അതിൽ ഒന്നാമതായി നിൽക്കുന്ന തന്നെ സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറും രണ്ടാമത് വിരാട് കോഹ്ലിയുമാണ്. ബാക്കി 16 പേരുടെയും ലിസ്റ്റുകളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ബാക്കി രോഹിത് ശർമ്മ ഒഴികെ ബാക്കി 15 പേരും ODI ക്രിക്കറ്റിൽ വൺ ഡേ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ആളുകളാണ്. അത് തന്നെ 18ാമത്തെ ആൾ തന്നെ 9,000 സംതിങ് റൺസിലാണുള്ളത്. അതിനെ മറികടക്കാൻ ഒരു 19ാമൻ ഇനി എത്ര റൺസ് അടിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് മറികടക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. മാത്രമല്ല സച്ചിൻ്റെ റെക്കോർഡ് മറികടക്കാനും കോഹ്ലിക്കും ഒരുപാട് സമയമെടുക്കും. 14,000 ചില്ലറയാണ് കോഹ്ലി റൺസ് എങ്കിൽ 18 സംതിങ് ആണ് നമ്മളെ സച്ചിൻ തെണ്ടുൽക്കർ റൺസ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് ഇനി ഈ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ സച്ചിൻ്റെ റെക്കോർഡ് കോഹ്ലിക്കും, അതുപോലെ 18ാമൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ 19ാമനും ഇനി വരാൻ സാധ്യതയില്ല, ഇനി ഏകദിനത്തിൽ പറക്കാനില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഏകദിനം ഏകദേശം ആ ഒരു സുവർണ്ണ കാലഘട്ടം, ഏകദിനമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, ഒരു ജനറേഷൻ ഇല്ല എന്നതും, ഏകദിനം 20 വന്നതിൽ പിന്നെ 2020 ക്രിക്കറ്റ് വന്നതിൽ പിന്നെ ഏകദിനം പാടെ ക്രിക്കറ്റിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയല്ല?